സ്പെയിനിനെ നമ്മൾ സെമി ഫൈനലിൽ 2 ഉടക്ക് പൊട്ടിച്ചു ഗൈസ്. ജർമ്മനി പൊട്ടി ഗൈസ് 1 ഉണ്ടക്ക്. ഏക ഗോളിനാണ് ഗൈസ് പൊട്ടിച്ചത്. ഇംഗ്ലണ്ട് വേഴ്സസ് ഫ്രാൻസ് ഫൈനൽ മത്സരമാണ്. നിങ്ങൾ യൂറോ കപ്പിൽ ഏത് ടീമിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഒന്ന് ഇടണം. പിന്നെ കോപ്പ അമേരിക്കയിലും ഏത് ടീമാണെന്ന് ഇടണം ഗൈസ്. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. അപ്പം നമുക്ക് ഫൈനലിൽ കളിക്കാം ഗൈസ്. ഫൈനൽ ഗൈസ്, ഫൈനൽ. ദാ തീ പാറുന്ന പോരാട്ടം. അപ്പോൾ ഞാൻ കളിച്ച് ഫൈനലിലെത്തി ഗൈസ്. ലെജൻഡറിയിലെത്തി ഗൈസ്. ലെജൻഡറി എന്നല്ല, കുറച്ച് ഈസിയാണ് ഗൈസ്. ടഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല. ബെല്ലിംഗ്ഹാം ആണ് ക്യാപ്റ്റൻ. ഇന്നലത്തെ കളി കണ്ടില്ല, ഇംഗ്ലണ്ടും സ്ലോവാക്കിയ ഏതോ ഒരു ടീമോ. ബെല്ലിംഗ്ഹാം ഒരു ബൈസൈക്കിളിലേക്ക് ഗോളടിച്ച് ഗൈസ്. പോസ്റ്റിൻ്റെ ജസ്റ്റ് മുമ്പിന്ന് ഒരു ബൈസൈക്കിൾ ഗോളടിച്ച് ഗൈസ്. സീന് ആ കളി ഞാൻ ലൈവ് ഇരുന്ന് കണ്ടിന്. സീന് ആദ്യം ആരെയാണ് പഠിച്ചേ? അങ്ങനെയാണ് ലൈവ് ഇരുന്ന് കണ്ടിട്ട് സ്കൂളിൽ പോയാലും മറന്നുപോയി ഗൈസ്. ഓ ചുമണി. അപ്പൊ ഫൈനലാണ് ഗൈസ്. ഗൈസ് 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 ബെല്ലിംഗ്ഹാം ടു കെയ്ൻ. പിടിക്കാൻ പോ. നമുക്കെന്നെ പാസിട്ട് ഗൈസ്. അവര്. പിന്നെ എന്ത് ചെയ്യാനാ? ഓ ഗ്രീസ്മാൻ. ആദ്യം ജിറൂഡ് ടു ഉമ്പാപ്പ. ഓടാ കിട്ടി ജിറൂഡ്. ഏതാ ആ ഡിഫൻഡറെ പിഴവാണ് ഗൈസ്. ഡിഫൻഡർക്ക് അങ്ങ് ലോങ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ റാഞ്ചി ഗൈസ്. ഒന്നേ ഉണ്ട 20-ാം മിനിറ്റിലാ 19-ാം മിനിറ്റിലാണ് ഗൈസ് ഗോൾ അടിച്ചത്. ചുമനി ടു ഡെമ്പേലെ എറിയുമ്പോ ഒരു ക്രോസിന് ശ്രമിച്ചോളി. ഓ ജിറൂഡ്. ഇന്നലത്തെ കളിയിൽ ബെല്ലിംഗ്ഹാം അടിച്ച പോലത്തെ ഗോളാവുന്നു. പക്ഷെ ഓഫ് സൈഡുമായി ഓന് കിട്ടിയിട്ടുമില്ല. അല്ല, ഗോള് കിട്ടിയിട്ടുമില്ല. ഓന് കുറച്ച് പൊന്തിപ്പോയി ഗൈസ്. ഒരു ഗോൾ അടിച്ചില്ലേ സീന്. ഓ ജിറൂഡ് ഫസ്റ്റ് ഹാഫ് തന്നെ 2 ഗോൾ. 29-ാം മിനിറ്റ് ആകുമ്പോഴത്തേക്കന്നെ 2 ഗോൾ അടിച്ചു ഗൈസ്. അപ്പൊ ഇംഗ്ലണ്ടിന്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്. യെസ്, വാട്ട് എ ഗോൾ. ഗോൾ കീപ്പർ അങ്ങ് ഇല്ലാതായി എന്ന് നമുക്ക് പറയാം. ബട്ട് എന്നും സമയമുണ്ട്. അവർക്ക് അടിക്കാനുള്ള സമയം ഇന്നുമുണ്ട്. പക്ഷെ നമ്മൾ അതിനിടക്ക് അടിക്കുമോ എന്ന് നിങ്ങൾ സൂക്ഷിക്കുക ഗൈസ്. വെറുതെ ആ സ്കില്ലിട്ട്. ഏതാ പാസിങ്? കൊണ്ടേ ജിറൂഡ്. മെഗ്വയർ. ജിറൂഡ്. ഉമ്പാപ്പ സ്റ്റിൽ ഡെമ്പേലെ ഡിഫെൻഡ് ചെയ്ത്. ഓ ഡെമ്പേലെ 2 ഉണ്ട് ഗൈസ്. ഫസ്റ്റ് ഹാഫ് ഇവിടെ എത്തിയിരുന്നു. സെക്കൻഡ് ഹാഫ് നമുക്ക് കാണാം ഗൈസ്. കണ്ടോളി, നമുക്കാണ് ടച്ച്. ഓ ഡെമ്പേലെ സ്റ്റിൽ ഡെമ്പേലെ. ചുമനി ആകാശവാണി.
ഗൈസ്. ജിറൂഡ് 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 ഉമ്പാപ്പ ഉമ്പാപ്പ ഗോൾ അടിച്ചു ഗൈസ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ്. ജലദോഷം പിടിച്ച ആകെ ഇല്ലാണ്ടായി ഞാൻ. റബിയോട്ടിൽ നിന്ന് എംബാപ്പേന്റെ പാസ് ടു ഡെംബെലെ ടു എംബാപ്പ. സേവ്. നല്ലൊരു സേവാണ് അവിടെ ഗൈസ്. നല്ല സേവാണ് ഗൈസ്. ഇംഗ്ലണ്ട് അറ്റാക്കിങ്. ഇനി അവർക്ക് 3 ഗോളൊന്നും അടിച്ചിട്ട് സമനില യെല്ലോ കാർഡ് കിട്ടി. സമനില പിടിക്കാൻ കഴിയില്ല അവർക്ക്. ഇംഗ്ലണ്ടിന് 3 ഗോളൊന്നും അടിക്കാൻ കഴിയൂല അവർക്ക് കഴിയൂല ഗൈസ്. അതേതാ ഷോട്ട് മോനെ. അതാ ബെല്ലിംഗം അടിച്ചത്. ഇന്നലെ ഓനടിച്ച പോലെ തന്നെ വീണ്ടും അവൻ അടിക്കുമായിരുന്നു. ഏകദേശം ആ സ്ഥലത്ത് നിന്നാണ് ഇന്നലെ അടിച്ചത്. റിയൽ ആയിട്ടേ. ഓഹോഹോഹോ എടാ അതേതാണ്. അങ്ങനെയൊന്നും കഴിയോ? അവന്റെ തലയെന്നാണ് ഇത് പറക്കുന്നത് പോളി. മുട്ടക്കുട്ടനല്ലേ, അതുകൊണ്ടായിരിക്കും. അല്ലാണ്ട് വന്ന് വേറെ എന്തെന്ന് പറയാ. അയ്യേ കെയിനി ശരിക്കതടിക്കേനു. അങ്ങനെ ചാമ്പ്യന്മാരായിരിക്കുകയാണ് ഗൈസ്. ഫ്രാൻസ് 3 ഉണ്ടെങ്കിൽ ഇംഗ്ലണ്ട് പൊട്ടിച്ചു ഗൈസ്. കപ്പ് ഗൈസ്, കപ്പ് കിട്ടി ഗൈസ്. എംബാപ്പെ കപ്പ് പൊന്തിച്ചു ഗൈസ്. ആദ്യത്തെ എംബാപ്പയുടെ യൂറോ കപ്പ് താങ്കൾ വിജയമായി പൂർത്തീകരിച്ചു ഗൈസ്. ബട്ട് റിയലായിട്ട് ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല. റിയലായിട്ട് ഇങ്ങനെ നടക്കുമോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഫ്രാൻസ് നല്ല ടീമാണ്, ബട്ട് അവരെക്കാൾ നല്ല ടീം വേറെയും ഉണ്ട്. ഇംഗ്ലണ്ട് എല്ലാം നല്ല ടീമൊക്കെയാണ്. ജർമ്മനി, ഇറ്റലി പുറത്തായി ഗൈസ്. സ്പെയിൻ ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്. ഗൈസ് ഫൈനലിലത്തെ സീന് ഗോള് ഗൈസ്. ഇതെന്താണ് ചതനം? അപ്പോ ടാറ്റ ബൈ. ആ ഗോള് കളിക്കാൻ കഴിയുന്നില്ല ഗൈസ്. ടാറ്റ.